വണക്കം. ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ഈ ആഴ്ചയിൽ. അതേപോലെ തന്നെ അതായത് നമുക്ക് ഇനിയുള്ള വീക്കുകൾ എങ്ങനെ കളിക്കണം അതിനൊരു ഹിൻഡ് കൊടുത്താലോ. ഇനി വന്നിട്ടാണെങ്കിൽ എങ്ങനെയാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എപ്പിസോഡ് തുടങ്ങുകയാണ്. ടാസ്കിൽ ദേഷ്യം കാണിച്ചിട്ട് ഒടുവിൽ വന്നിട്ട് അവരോട് സോറി പറഞ്ഞ് സമാധാനപ്പെടുത്തിയ അതങ്ങ് കഴിയത്തൊന്നുമില്ല. നമ്മളൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാൾ ടാസ്ക് കൊടുക്കുന്നതും അതിന് ഇങ്ങനെ ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് വെക്കുന്നതും എന്തിനാണ്? അവർ അതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കളിച്ചിട്ട് അവർ പോകുന്നു. അങ്ങനെ പോയി ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞാണ് വിജയ് സേതുപതി സാറ് ഇന്ന് എൻട്രി ആവുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പവിത്രയോടും രഞ്ജിത്തിനോടും ചോദിക്കുന്നുണ്ട്, വേസ്റ്റ് പെർഫോമറായിട്ട് നിങ്ങളെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനായിട്ടാണ് നിന്നത് സാർ, അത് കാരണം കൊണ്ടാണ്. ഞാനാണെങ്കിൽ അങ്ങനെ എല്ലായിടത്തും സംസാരിക്കാറൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഇടത്തിൽ വന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളത് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി ഈ തോട്ടൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ 10ാമത്തെ ആഴ്ചയായിട്ടുണ്ട്. അതൊക്കെ മാറ്റേണ്ട കാര്യം കഴിഞ്ഞിട്ട് മറ്റേ രഞ്ജിത്ത് വന്നിട്ട് ഞാൻ പറയുന്നത്, അയ്യോ സ്വാമി ഞാനിപ്പിടിതാ എന്തോന്നല്ലേ ഇത്, അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷനും ഡബ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് വന്ന് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ടാസ്ക് നടക്കുന്ന ക്യാപ്റ്റൻ കൈയും കെട്ടി നിൽക്കുന്നു, അവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉണ്ടാക്കുന്നു. ക്യാപ്റ്റൻ നോക്കി നിൽക്കുന്നു. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളെ അതിൽ അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞ ക്യാപ്റ്റൻ ആക്കിയവരെ ആദ്യമേ തലക്കടിച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. കാരണം ബെസ്റ്റ് പെർഫോമറായിട്ട് കൊടുത്തിട്ടുള്ള അവർ ശരിയായിട്ടില്ല. നല്ലൊരു തീരുമാനമാണോ എടുത്തിരുന്നത്? അവർക്ക് കൊടുക്കേണ്ട അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് പെർഫോമറായിട്ട് കൊടുത്തത്? എനിക്കറിയത്തില്ല. ദീപക്കിൻ്റെ ഒറ്റ കളി കൊണ്ട് മാത്രം, നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ടാസ്ക് കളിച്ചുകൊണ്ട് മാത്രം രഞ്ജിത്ത് ശരി തന്നെയാണോ ഓക്കെ ആയതാണ്. അതായത് അതിലേക്ക് ക്യാപ്റ്റൻ ആയതാണ്. അതർവൈസ് ആവത്തേ ഇല്ലായിരുന്നു. ദീപക്ക് എനിക്ക് തോന്നുന്നു ഒരു തോട്ട് അദ്ദേഹം ആവട്ടെ, നമുക്കൊരു വീട്ടിൽ താമസിക്കുമ്പം അങ്ങനെ ആവണമല്ലോ, ഓരോരുത്തരോട് ഓരോ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ അണ്ണനായ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തായിരിക്കാം മേ ബി. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ദീപക്ക് ചെയ്തതാവാം. അപ്പം എന്താണ് അതിൻ്റെ ഒറ്റ ഇതിലാണ്, അല്ലാതെ വേറെ ആരെങ്കിലും കൂട്ടത്തിലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് ഒബിയസ്ലി ആവില്ല, രഞ്ജിത്ത് ആവാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും റയാനും മഞ്ചരിയും റാണവ് അരുണ് ജാക്ലിൻ തർഷിക എല്ലാവരും നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കിയതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പം ബാലൻസ് ഉള്ള മുട്ടയും കൂടെ എന്നെ ആർക്കും എടുക്കാൻ തോന്നാഞ്ഞ എന്ന് പറഞ്ഞ് എന്തിന് ക്യാപ്റ്റൻ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നാനാണ്? അത് ആ ക്യാപ്റ്റൻ്റേതായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. അതെടുത്തു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പേര് പോലും നമുക്കവിടെ കാണില്ല എന്നാണ് നമ്മുടെ മുത്തുക്കുമാറും സൗന്ദര്യ അൻഷിതയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രഞ്ജിത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സേതുപതി സാർ പറയുന്നുണ്ട്, അതായത് ചില സമയത്ത് സൗന്ദര്യയെ പറ്റി അതേപോലെ ജാക്ലിന് നിങ്ങൾ അവസാനം കൊടുത്തൊരു എക്സ്പ്ലനേഷനും ഇതൊക്കെ നല്ല ദേഷ്യത്തിലാണ് കൊടുത്തില്ല. റയാനെടുക്കെ ഒരു എക്സ്പ്ലനേഷൻ നല്ല ദേഷ്യം ഉണ്ട് ഉള്ളിൽ, പിന്നെന്തുകൊണ്ട് കാണിച്ചുകൂടാ, പിന്നെന്തിനാണ് കാണിക്കാതിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും പുള്ളിക്കാരൻ ഒരു ആൻസറും ഇല്ല കേട്ടോ. കുറേ നേരം വലിച്ചു നീട്ടുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ആ സേഫ് സോണിൽ നിന്ന് വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇമേജ് കോൺഷ്യസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ രഞ്ജിത്തൊക്കെ എവിക്ഷന് വന്നപ്പോൾ പറഞ്ഞു വിടേണ്ടതായിരുന്നു. രഞ്ജിത്തിനെ നമുക്ക് ആ വീട്ടിൽ നിൽക്കേണ്ട ആളേ അല്ല, അതിനെക്കാട്ടും നല്ല ആൾക്ക്. ഇപ്പം രഞ്ജിത്താണോ തർഷികയാണോ നോക്കുമ്പോൾ രഞ്ജിത്തല്ലേ കൊള്ളാതെ കളിക്കുന്നത്, തർഷികയാണോ എനിക്കറിയത്തില്ല. പിന്നീട് അരുണ് സേഫ്, നമ്മുടെ പവിത്ര, സൗന്ദര്യ, അൻഷിത ഇവരൊക്കെ സേഫാണ് കേട്ടോ. അത് കഴിയുമ്പോൾ റയാന്, ജാക്ലിന് ഇവരെല്ലാം എത്ര സേഫാണ്. അത് കഴിയുമ്പോൾ വിശാലും ദർശികയും വന്ന് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും എലിമിനേഷനിൽ സോണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദീപക്കിനോട് ചോദിക്കുന്നത് ആരാണ് സേഫ് ആണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദർശികയെന്ന് പറയുന്നുണ്ട്. രഞ്ജിത്തും ദർശികയെന്ന് പറയുന്നുണ്ട്. അരുണ് വന്ന് അരുണാണ് വിശാലിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. എന്നിട്ടും പറയുന്നത് വിശാൽ പോകണം എന്നാണ്. അതായത് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് അരുണ് കാണിക്കുന്നതാണ് കേട്ടോ. ഒന്നും മാറിയിട്ടില്ല. മുത്തുക്കുമാർ ദർശികയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പേര് പറഞ്ഞതിൽ ബേസിൽ ദർശികയാണ് കേട്ടോ ഔട്ടാവുന്നത്. അതായത് അതിൻ്റെ കാർഡ്
നമ്മളെ കാണിക്കുന്നുണ്ട്. ആദ്യമേ ഓഡിയൻസിനെ കാണിക്കുന്നുണ്ട്, അത് കഴിയുമ്പം ദർശകരോട് പറയുന്നുണ്ട്. ദർശകരുടെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അതേപോലെ നണ്ടുമുണ്ടിനെ ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾക്ക് വേണ്ടിയുള്ള വിശാലിന്. പിന്നെ അതേപോലെ തന്നെ പവിത്രയ്ക്കും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ദർശക പോവുകയാണ് കേട്ടോ. അടുത്തത് വന്നത് ഹിൻഡ് ടൈമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേർക്ക് വേണ്ടി ഒരു ഹിൻഡ് കൊടുക്കുക, അവരുടെ കളി വെളിയിലുള്ളത് എങ്ങനെയാണ്, ഇനി എന്തൊക്കെ കൊണ്ട് കളിക്കണം, എങ്ങനെ കളിക്കണം, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോവില്ല, അങ്ങനെ തന്നെ കളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പണി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് എന്നോട് പേഴ്സണലി സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം, അല്ലാത്തവർക്ക് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് സേതുപതി സാറ്. കൺഫെഷൻ റൂമിലാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നുണ്ട്. ആദ്യം ജെഫ്രിയാണ് ചെല്ലുന്നത്. എല്ലാവരെയും മാറ്റി നിർത്തി ഇനി ഞാൻ ആരോടത്തിലും കളിക്കത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കി സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുഖത്ത് നോക്കി അവരോട് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ദീപക്കാണ് വരുന്നത്. ദീപക്ക് പറയുന്നുണ്ട് ഞാൻ ഒത്തിരി ഭയന്നാണ് കളിച്ചിരുന്നത്, ഇപ്പോൾ കുറച്ചൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സേതുപതി സാർ പറഞ്ഞിട്ട് നന്നായിട്ടാണ് കളിക്കുന്നത്, ഈ വഴി തന്നെ ഫോളോ ചെയ്തോളൂ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അതേപോലെ കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മുത്തുക്കുമാർ വരുന്നുണ്ട്. എവിടെയൊക്കെ കളിക്കണം, എങ്ങനെയൊക്കെ കളിക്കണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചാണ് നടക്കുന്നത്, നന്നായിട്ട് സംസാരിക്കണം, അതേപോലെ ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ കുറച്ച് കമ്മി ചെയ്ത് സംസാരിക്കൂ എന്ന്, അതും കൂടെ പഠിക്കുക എന്ന് സേതുപതി സാർ പറഞ്ഞിട്ടുണ്ട്. ജാക്ലിൻ വരികയാണ്. അതായത് ഒരു ഷീൽഡ് ഇട്ടിട്ട് കളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ആദ്യമേയൊക്കെ അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ചു എന്തോ അങ്ങനെ ആയിപ്പോയി, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ജാക്ലിനെ തന്നെ കൊണ്ടുവരൂ, അതാണ് നല്ലത് എന്ന് സേതുപതി സാറ് പറയുന്നുണ്ട്. അതേപോലെ അരുൺ വരുന്നുണ്ട്. സാവധാനം കളിക്കണം, അതായത് എല്ലാത്തിനും എടുത്ത് ചാടി കളിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം വഴക്കുണ്ടാക്കൂ, ദേഷ്യപ്പെടൂ, അതേപോലെ തന്നെ കാര്യങ്ങൾ പറയൂ, പക്ഷേ നോക്കി കൺട്രോളായിട്ട് സംസാരിക്കണം എന്ന് സേതുപതി സാറ് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് വന്നത് പവിത്രയാണ് കേട്ടോ വരുന്നത്. എവിടെയൊക്കെയാണ് ഞാൻ വേസ്റ്റ് ആയത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ സേതുപതി സാറ് പറഞ്ഞിട്ട് സംസാരിക്കേണ്ട ഇടയ്ക്ക് നമുക്കൊരു സമയം കിട്ടും, ആ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ സംസാരിക്കുക, എന്താണെങ്കിലും സംസാരിക്കുക, സംസാരിക്കാതിരിക്കുമ്പോഴാണ് നമ്മളവിടെ വേസ്റ്റായിട്ട് മാറുന്നത്, അതുകാരണം സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. വിശാൽ പറയുന്നുണ്ട് വോയിസ് കൊടുക്കുന്നില്ല ഞാനിപ്പം, അതായത് കോമഡി പീസായിട്ട് തന്നെ ഇരിക്കുകയാണ്, ഒരു വോയിസ് കൊടുക്കേണ്ട സമയത്ത് വോയിസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കിട്ടത്തില്ല, നമ്മൾ ഉണ്ടാവുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. സ്വയം ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ സേതുപതി സാറ്. അത് കഴിയുമ്പോൾ മഞ്ജരി വന്നിട്ട് പറഞ്ഞാൽ ഞാൻ സ്ട്രോങ്ങർ പ്ലെയറായിട്ടാണ് ഇത്രയും നാളും കളിച്ചത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയും പ്രയത്നം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ നിങ്ങൾ ഇതേ വഴി തന്നെ ഫോളോ ചെയ്യും, ഇതിലൊന്നും ചെയ്യാനില്ല, നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കൂ എന്ന് പറയുന്നുണ്ട്. റയാൻ വന്നിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് ആവണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഞാനത് തീരുമാനിച്ചിരിക്കണം, കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ അതാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സേതുപതി സാർ ആ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനി കൂടുതൽ മാറ്റം വരണം, മടിക്കാതെ കളിക്കണം, കാര്യങ്ങൾ മുന്നോട്ട് വരണം, ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഹിൻ്റാണ് കേട്ടോ ഇവരോടൊക്കെ ഒറ്റയ്ക്ക് കളിക്കാൻ പറയുന്നത്. പവിത്രയോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഹിൻ്റാണ്. റാണവ് പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇനി കളിക്കുമെന്നും പറയുന്നുണ്ട്, മനസ്സിലാവുന്ന പോലെ ഇനിയെങ്കിലും കളിക്കൂ, തെറ്റിദ്ധരിപ്പിക്കാതെ കളിക്കൂ എന്നും കൂടെ സേതുപതി സാർ പറയുന്നുണ്ട്. രഞ്ജിത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നന്നായി കളിക്കുന്നു, ഞാനായിട്ടാണ് കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരോട് അതായത് നല്ല ഭയമില്ലാതെ ഭയത്തിൽ നിന്ന് വെളി വന്ന് കളിക്കൂ എന്ന് സേതുപതി സാർ പറയുന്നുണ്ട്. അൻഷിത വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഇനിയും ഞാൻ കളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും എമോഷണൽ ആവാതെ തകരാതെ കളിക്കുക, ടാസ്ക്കായിട്ട് കണ്ടിട്ട് അതിൻ്റെ ബേസിൽ കളിക്കുക എന്ന് പറയുന്നുണ്ട്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ സേതുപതി സാർ. സൗന്ദര്യം വന്നിട്ട് ടാസ്ക് ജയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ടാസ്ക് ഇതേപോലെ തന്നെ മുന്നോട്ട് കളിക്കണം, പക്ഷേ ദേഷ്യം മാത്രം ഇച്ചിരി കൺട്രോൾ ചെയ്ത് സംസാരിക്കൂ, ഒറ്റയ്ക്ക് കളിക്കൂ, എടുത്തു പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കൂ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം, പക്ഷേ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരി ഹിൻഡില്ല, അതായത് സൗന്ദര്യയോട് പറയുന്നുണ്ട്, റാണവിനോട്, റയാനോട്, അതേപോലെ ദേഷ്യം കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറയുന്നുണ്ട്, നന്നായിട്ട് മാറ്റം വന്നവർക്ക് മാറ്റം വന്നതായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ജാക്ലിനോട് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കണം, നല്ല പഴയ ജാക്ലിനായിട്ട് തന്നെ അങ്ങനെ കുറേ ഹിൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് മനസ്സിലാക്കി ഈ ആഴ്ച കളിച്ചാൽ അവർ നല്ലവണയാകും. സത്യം പറഞ്ഞാൽ രഞ്ജിത്ത് അവരൊക്കെ ഈ ആഴ്ച എവിക്ഷന് വരണം, വെളിയിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ ആഴ്ച എങ്ങനെയും നന്നായിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.